വേഗത, ബലം വർദ്ധിപ്പിക്കുക. രണ്ട്, നമ്മളുടെ നിത്യജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക്, അതായത് നമുക്ക് പെട്ടെന്ന് ഓടേണ്ട വന്നു, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒന്ന് വേഗത്തിൽ ഓടേണ്ട വന്നു, അതിനുള്ള ശേഷി. എപ്പോഴെങ്കിലും ഒരു വെയിറ്റ് എടുത്തുയർത്തേണ്ട വന്നു, അതിനുള്ള ശേഷി. ഒന്ന് മരം കയറേണ്ട വന്നു, അതിനുള്ള ശേഷി. ഒന്ന് നീന്തേണ്ട വന്നു. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ പ്ലെയേഴ്സ്, ജിംനാസ്റ്റിക്കുകൾ കണ്ടിട്ടുണ്ടാവും, വായുവിലൊക്കെ ഇങ്ങനെ മറയുന്നത്. ശരി, അവനവൻ്റെ ശരീരത്തിന് വെയിറ്റ് ഫീൽ ചെയ്യാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് ശരീരം മൂവ് ചെയ്യിക്കാനും. അപ്പം അങ്ങനത്തെ ചില ശേഷികൾ നമ്മൾ നിത്യജീവിതത്തിൽ എത്ര വയസ്സായാലും നിലനിർത്തിയാൽ നമ്മളെ വാർദ്ധക്യം ഉദ്ദേശിക്കുന്നത് ആ വാർദ്ധക്യത്തിൻ്റെതായ ആവശ്യതകളോ ഒന്നും ബാധിക്കാതെ ശരീരം എപ്പോഴും ഉള്ള ഒരു ബലത്തോടുകൂടി. ഇപ്പോൾ പല ആൾക്കാരൊക്കെ ഉണ്ടോ 90 വയസ്സിലൊക്കെ പണിയെടുത്ത് മുന്നോട്ട് പോകും. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് ഈ വ്യായാമം ചെയ്യാം. അങ്ങനത്തെ കുറച്ച് വ്യായാമങ്ങളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൽ നമ്മളുടെ ഇപ്പോൾ പല പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ആ രീതിയിൽ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. അല്ലാത്തൊരു അല്പം കൂടി കുറച്ച് കഠിനമായിട്ടുള്ള, അപ്പോൾ കഠിനമായിട്ടുള്ള ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു വ്യായാമം ചെയ്താലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞു ജോഗിങ് വളരെ നല്ല വ്യായാമമാണ്. നമുക്ക് ആർക്കും വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിശീലകന്റെ ആവശ്യമില്ലാതെ ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഓടുക. പക്ഷെ അതിന് തന്നെ ഒരു കാര്യമുള്ളത് എത്ര നേരം ഓടണം എന്നുള്ളത്. നമുക്ക് എത്ര പതുക്കെ ജോഗ് ചെയ്യാൻ തുടങ്ങാം, നമ്മളെപ്പോഴാണ് ടയർഡാകാൻ തുടങ്ങാൻ നിർത്തുക, നല്ല പോലെ വിശ്രമിക്കുക, നല്ല പോലെ കേട്ടോ, ഒരു ടൈം വയ്ക്കിയത് വിശ്രമത്തിന്. നമ്മൾക്ക് എത്ര വിശ്രമം വേണോ വിശ്രമിക്കുക. വീണ്ടും പുതുതായിട്ട് ജോഗിങ് ആരംഭിക്കുന്നവര് പതുക്കെ തന്നെ ജോഗ് ചെയ്ത് മസിൽസ് ഒക്കെ നല്ല ബലം വരുത്തുക. നട്ടലിന്റെ ചുറ്റുമുള്ള മസിൽസിന് നല്ല ബലം വരുത്തുക. വയറ്, ഹാർട്ട് നല്ല രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്ത് ശീലിപ്പിക്കുക. ലങ്സ് നല്ല പോലെ ശ്വാസോച്ഛ്വാസം ചെയ്ത് ശീലിപ്പിക്കുക. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഫാസ്റ്റ് ആയിട്ട് ഓടുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? വേഗത്തിൽ ഓടാൻ പഠിക്കാം. കുറച്ചു നേരം മതി, ഏതാനും സെക്കൻഡുകൾ മതി. നല്ല വേഗത്തിൽ ഓടുക. എപ്പോൾ ടയർഡാവുന്നു വിശ്രമിക്കുക. അപ്പോൾ വ്യായാമം സുഖകരമായിരിക്കണം. വ്യായാമത്തിന് ഇഷ്ടപ്പെടാൻ പറ്റണം. ഈ കിതച്ച് അണച്ച് വയർത്ത് കുളിച്ച് ടയേർഡായി ഓടി വരുന്നവർ ഒരു ചായ കുടിക്കാൻ തോന്നുന്ന അവസ്ഥയിലാവുന്നത്. ഒരുപാട് വ്യായാമങ്ങൾ പല രീതിയിൽ ചെയ്ത് നമ്മൾ മടുക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ചെണ്ണം, അത് കൂടുതൽ തവണ ചെയ്യാം. അത് നമുക്ക് ഒരു വ്യായാമം കൂടുതൽ തവണ ആവർത്തിച്ചാലാണ് ആ മസിൽ ബലപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഒരു സെറ്റ് ചെയ്യുക, അടുത്തൊരു സെറ്റ് ചെയ്യുക, അത് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ദിവസം ഒരു 4-5 തരത്തിലുള്ള വ്യായാമം കൂടുതൽ തവണ ചെയ്യും. അപ്പോഴാണ് ഒരു ബലം കിട്ടും. ചെയ്ത് തീർക്കേണ്ടതല്ല. 3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമായിട്ട് കണ്ണുകൾ കൊണ്ടുള്ള വ്യായാമം. നമ്മളിപ്പോൾ കണ്ണ് ഫോണിലേക്കും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കും അങ്ങനെയൊക്കെ നോക്കി ഒരേ തരത്തിൽ തന്നെ നോക്കുന്നതുകൊണ്ട് കണ്ണുകളിലെ മസിൽസ് ഒക്കെ വീക്കായി അങ്ങോട്ടുള്ള രക്തസഞ്ചാരം കുറയും. അപ്പോൾ നമ്മൾ ബോധപൂർവ്വം കുറച്ച് വ്യായാമം കണ്ണിന് കൊടുക്കുക. അത് കണ്ണിനുള്ളിലൊക്കെ എല്ലായിടത്തും മസിൽസ് ഉണ്ടല്ലോ, കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും പോയിന്റിലേക്കൊക്കെ നോക്കി നിൽക്കണമെങ്കിൽ ഇത് മസിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ആ മസിൽസിനെ വർക്ക് ചെയ്യുക പ്രത്യേക രീതിയിൽ നോക്കിയിട്ട്. അപ്പോൾ ഈ വിരലുകൾ എടുത്ത് ഇങ്ങോട്ട് ഈ സൈഡുകൾ പിടിച്ചതിന് ശേഷം വല്ലാതെ മുഖം ഇങ്ങോട്ട് തിരിക്കാതെ ഒരല്പം മാത്രം തിരിച്ചോട്ട് കണ്ണുകൾ ഉപയോഗിച്ച് നോക്കി അവിടെ നിർത്തുക. ഒരു സെക്കൻഡ് വേണ്ടാവുന്ന ആ പോയിന്റിലേക്ക് നോക്കി ഒന്ന് നിർത്തുക. തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. ആ വിരലിന്റെ അഗ്രഭാഗത്തേക്ക് നോക്കി ഒന്ന് നിർത്തുക. അത് റിപ്പീറ്റ് ചെയ്യാം. കുറച്ച് നേരം അവിടെ നിർത്തണേ. ഒരു സെക്കൻഡ് ആണോ നിർത്തുക. ആ നിർത്തുന്നതിലാണ് ആ മസിൽ അവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പോയിന്റിലേക്ക് നോക്കി നിർത്തുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യാം. ആ മസിലിന് ബലം കിട്ടും. കണ്ണുകളുടെ ആ മസിൽസിന് ബലം കിട്ടുന്ന ആ പോയിന്റിലേക്ക് നോക്കി ഒന്ന് നിർത്തുക. കുറച്ച് മാത്രം തല തിരിക്കാം. കണ്ണുകൾ നല്ല രീതിയിൽ തിരിക്കുക. ഓവർ സ്ട്രെയിൻ എടുക്കരുത്. അപ്പോൾ പോയിന്റിലേക്ക് നോക്കുക. ഇപ്പോൾ ഒരു 5 പ്രാവശ്യം വെച്ച് ചെയ്യാം. നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ഒരു 10 പ്രാവശ്യമൊക്കെ വെച്ച് ആ സെയിം നേരത്തെ ചെയ്ത അതേ ഇത് ഈ രീതിയിൽ ആവർത്തിക്കുക. ആ വിരലിന്റെ അഗ്രഭാഗത്തേക്ക് നോക്കുക. മേലേക്കും താഴേക്കും ഇപ്പോൾ 5-6 പ്രാവശ്യം സ്പീഡിൽ എണ്ണം തികക്കരുത്. ഒരു വ്യായാമം ഭംഗിയായിട്ട് കൃത്യമായിട്ട് കുറച്ചെണ്ണം ചെയ്താലും മതി. വളരെ സ്പീഡിൽ ചെയ്ത് തീർക്കലല്ല. ഇപ്പൊ ഇതിനിടയിൽ നമ്മളൊരു വിശ്രമ സമയമുണ്ട്. ആ വിശ്രമം എന്നുള്ളത് നിന്ന അതേ സ്ഥലത്ത് തുടർച്ചയായിട്ട് അതേപോലെ നിൽക്കലൊരു വിശ്രമമല്ല, അല്ലാത്തൊരു അധ്വാനമാണ്. അതായത് ഇപ്പോൾ നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ വല്ലാത്തൊരു അധ്വാനമാണ്. ഇപ്പൊ എന്ത് ചെയ്യണം? ആ ഇടയ്ക്കുള്ള റെസ്റ്റ് ടൈമിൽ നമ്മൾ കാലിനെ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഒരേ പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ നടക്കാം. പക്ഷെ ഒരു 10 മിനിറ്റ് പോലും ഇങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളത് ഭയങ്കര അധ്വാനമാണ്. അപ്പോൾ ശ്രദ്ധിക്കാം. ഇനി
ഒരു വിരലിന് അടുത്തും ഒരു വിരൽ അകലെയും വയ്ക്കാം. ഈ അഗ്രഭാഗത്തേക്ക് തന്നെ നോക്കുക. ആ നോട്ടം നമ്മളുടെ ദൃഷ്ടി അവിടെ ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. അതിനുശേഷം ചേഞ്ച് ചെയ്യും. അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുവരലല്ല, അവിടെ നിന്ന് ഉറപ്പിക്കണം ദൃഷ്ടി. അതിനുശേഷം തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ 5 6 പ്രാവശ്യം ചെയ്യുക. വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമിനനുസരിച്ച് 10 12 ചേഞ്ച് ചെയ്യാം. ഫോണിലേക്കും എന്നിട്ട് അതേപോലെ തന്നെ ദൃഷ്ടി ഉറപ്പിക്കുക. അങ്ങോട്ട് കൊണ്ടുപോവുക. അവിടെ ഉറപ്പിക്കുന്ന ആ ദൃഷ്ടി ഉറപ്പിക്കുന്നതിലാണ് ഈ വ്യായാമത്തിന്റെ ഗുണം ഇരിക്കുന്നത്. ചേഞ്ച് ചെയ്യാം. അങ്ങോട്ട് ഇവിടെയല്ല കേട്ടോ, ഇങ്ങനെ കഴുത്തിലെ മസിൽസിനെ ഈ തലയുടെ ഭാരം ഉപയോഗിച്ചിട്ട് വിവിധ രീതിയിൽ ചലിപ്പിച്ച് ആ മസിൽസിന് എല്ലാം ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം, അത്യാവശ്യം ഒരു ബലം കൊടുക്കാം. അപ്പോൾ തെറ്റായിട്ട് ചെയ്താൽ നേരെ ഈ കഴുത്തിലെ ഈ ഭാഗത്തിന് ഈ എല്ലിന് ഈ ജോയിന്റുകളെ ബാധിക്കും. തെറ്റായിട്ടൊരു വ്യായാമം ചെയ്യരുത്. മസിൽസിന് ബലം കിട്ടാവുന്ന രീതിയിലായിരിക്കും എല്ലാ വ്യായാമവും. ജോയിന്റിന് ലോഡ് വരരുത്. ജോയിന്റ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കെ ഉദ്ദേശിക്കും. അപ്പോൾ നോക്കാം ആദ്യം മേലേക്കും താഴേക്കും. അപ്പോൾ നോക്കുന്നതിന് പ്രത്യേകത വെച്ചാൽ താഴെ ഇങ്ങനെ താടി ഒന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പരമാവധി മുകളിലേക്ക് നോക്കാം. താഴേക്ക് സാവധാനം കൊണ്ടുവരാം. അപ്പോഴാണ് ആ ബലം, തലയുടെ ബലം സാവധാനം താങ്ങി ശീലിപ്പിക്കുക. സ്പീഡിൽ ഇങ്ങനെ കൊണ്ടുവരരുത്. മേലേക്ക് നോക്കുക, പരമാവധി മുകളിലേക്ക് നോക്കുക, താഴേക്ക് സാവധാനം കൊണ്ടുവരാം. നേരെ മുകളിലേക്ക് നോക്കാം. ഇപ്പൊ ഒരു 5 പ്രാവശ്യം വെച്ച് ചെയ്യാം. നോക്കാം 2 വശങ്ങളിലേക്ക്. ഇതും വല്ലാതെ നമ്മളിവിടെ പ്രശ്നം വരുത്തി വയ്ക്കരുത്. ഈസി ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കഴുത്തൊടിച്ച് ഇവിടെ ടച്ച് ചെയ്യുക, താടി ഇവിടെ ടച്ച് ചെയ്യുക, ഇതിൻ്റെ ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു ഈ കഴുത്തിലെ മസിൽസിന് നല്ല വഴക്കോ അത്യാവശ്യം ഒരു ബലം കിട്ടാവുന്ന രീതിയിൽ വ്യത്യസ്ത രീതിയിൽ ചലിപ്പിക്കാൻ വേണ്ടി നോക്കാം. ഈ ഇവിടെ തിരിച്ചിങ്ങനെ കൊണ്ടുവരുമ്പോഴായിരിക്കും പലർക്കും ഇതിൽ പരിക്ക് പറ്റാം. ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും കഴുത്ത് ഇടലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു പൊസിഷനിൽ തലയിൽ നിവർത്തും. അപ്പോൾ ഇത് നിവർത്തുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒടിച്ചിട്ടിട്ട് ഇവിടെ കൊണ്ടുപോയി നിവർത്താൻ ശ്രമിക്കുക. അപ്പോൾ വെച്ചാൽ ആ ബലം എപ്പോഴും ഇവിടെ കൊടുത്തുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നിവർത്തുക, തിരിച്ച് പോയിട്ട് ഇവിടെ വെച്ച് നിവർത്തുക, നേരെ നോക്കുക. അഞ്ച് പ്രാവശ്യം വെച്ച് ആവർത്തിക്കുക. ഇങ്ങോട്ട് പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്ട്രെച്ചിങ് കിട്ടുന്നു. ആ രീതിയിൽ വളച്ചു പിടിക്കുക. അതിനുശേഷം ഉയർത്താം. ഉയർത്തുമ്പോഴാണ് നമുക്ക് ഇവിടേക്കൊക്കെ സ്ട്രെച്ചിങ് കിട്ടുക. കൂട്ടി ഒട്ടിക്കുക. അപ്പോൾ പുറകിലെ മസിൽസിന് ശരീരത്തിൻ്റെ തിരിച്ചു കൊണ്ടുവരിക, വീണ്ടും ഉയർത്തുക. തിരിച്ച് പുറകിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും ഉയർത്തുക. ആ രീതിയിൽ ചെയ്യാം. നന്നായിട്ട് ഉയർത്തി ചെയ്യാം. ഉയർത്തി ചെയ്താലാണ് ഈ മസിലിന് ഗുണം കിട്ടുള്ളൂ. ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് പുറകിലെ മസിലിന് ഗുണം കിട്ടുള്ളൂ. പുറകിലേക്ക് നന്നായിട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ഒരു 5 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി. നിങ്ങൾ പിന്നെ നല്ലപോലെ വ്യായാമമൊക്കെ ചെയ്ത് ശരീരത്തിൽ ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് വളരെ കുറച്ച് ചെയ്താൽ മതി. പക്ഷെ ഇനി അങ്ങോട്ട് വീട്ടിൽ ചെന്ന് ഒട്ടും വ്യായാമം ഇല്ലാത്തവർ വീട്ടിൽ ചെന്ന് ചെയ്യുമ്പോൾ അത്യാവശ്യം 10 പ്രാവശ്യമൊക്കെ വെച്ച്
ഇത്തരം വ്യായാമങ്ങൾ ചെയ്ത് പതിയെ പതിയെ അല്പം ബുദ്ധിമുട്ടുള്ള വളരെ സ്ലോവിൽ ചെയ്തു പോകുന്നത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പഠിച്ചതിന് ശേഷമൊക്കെ പതുക്കെ പതുക്കെ സ്പീഡാക്കാം. കൃത്യമായി ചെയ്യാന്നുള്ളതാണ്. എണ്ണം കൂട്ടി സ്പീഡാക്കണമെന്നല്ല, വളരെ കൃത്യമായി ചെയ്യാം. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പുറകിലേക്ക് എടുക്കാം. അപ്പോൾ ഇവിടേക്കുള്ള ഇത് അതുപോലെ ഈ ഏരിയയിലെ മസിലൊക്കെ ഇത് പുറകിലേക്ക് ഈ ഇതിൽ എങ്ങനെ ആയിരിക്കരുതേ, ശ്രദ്ധിക്കാം. ഞാൻ താഴെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ചെയ്തത് ഒരു ഗുണം കിട്ടില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ലെവലിൽ തന്നെ പിടിച്ച് താഴാതെ ചെയ്യണം, പുറകിലേക്ക്. എന്നിട്ട് താഴ്ത്താം, വീണ്ടും ഉയർത്തും. ഇത് തന്നെ നേരത്തെ, അതായത് ടച്ച് ചെയ്തിട്ട് തന്നെ തിരിച്ചു വരാം. ടച്ച് ചെയ്തിട്ട് തന്നെ തിരിച്ചു വരാം. സെറ്റായിട്ട് ചെയ്യരുത്. മാക്സിമം ഇവിടെ വളച്ച് ചെയ്യുക. ഷോൾഡർ ലെവലിൽ തന്നെയാണ് ഉയർത്തി പിടിക്കുക. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറക്കരുത്. അതായത് തളർന്ന് ഇങ്ങനെ വീഴരുത്. കയ്യിൽ ബലം കൊടുത്തിട്ട് തന്നെ പിടിച്ചു വെക്കുക. ഷോൾഡർ ലെവലിൽ പിടിക്കുക. നോക്കുക, പുറകിലേക്ക് കൊണ്ടുപോവാം, മുമ്പിലേക്ക് കൊണ്ടുവരാം. തളർത്തിയിടരുത്. പിന്നീട് ഇപ്പം ഞാൻ സാവധാനം കാണിക്കുള്ളൂ. കാരണം ഇപ്പോൾ ഫാസ്റ്റിൽ ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ മസിൽ ബലമില്ലാത്തവർക്ക് ഈ ജോയിന്റ് പ്രശ്നം വരും. ശരിക്കും ഇങ്ങനെ ഇതിലേക്ക് എത്തണം. അത് നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കൊണ്ടിടിക്കുന്ന പോലെ ചെയ്യാം. മുഴുവനായിട്ട് നിവർത്തി ചെയ്യാം. ബലം കൊടുത്തിട്ട് തളർത്തി ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇത് ചുരുങ്ങിയത് ഒരു 3 സെറ്റെങ്കിലും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാം. നിങ്ങളുടെ ഈ ഷോൾഡർ കഴക്കിൽ പുറത്തെ പ്രശ്നങ്ങൾ, വേദന, ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യായാമം കൊണ്ട് മാറിയിരിക്കും. വിശ്രമിച്ച് ചെയ്യുക. ഒരു 5-6 ചെയ്തിട്ട് നല്ലപോലെ വിശ്രമം കൊടുക്കുക. വളരെ നല്ല വ്യായാമമാണ്. റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബലം മൊത്തത്തിൽ കഴിക്കുകയാണ്. അപ്പോൾ ഇവിടേക്കുള്ള ഒരു വ്യായാമം അല്ല കൊടുക്കുന്നത്. നല്ലൊരു റിസ്റ്റ് റൊട്ടേഷൻ പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ ഈ ജോയിന്റ് എന്തോ തിരിച്ച് ശരിയാക്കുക, അതൊന്നുമില്ല. നമ്മൾ ഈ റിസ്റ്റ് റൊട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ വിരലിൽ പിടിക്കുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതിപ്പോൾ ഈ കരാട്ടെ ഇതൊക്കെയുള്ളൊരു നമ്മളൊരിക്കലും കൈ മടക്കുന്നതിന് ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിക്കും. ഈ ഉള്ളിലേക്ക്, അതായത് ഉള്ളിലേക്ക് കൊണ്ടുപോയി പിടിക്കുക. അപ്പോൾ ഒരു ബലവും കിട്ടില്ല. അപ്പം അങ്ങനെ ബലം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നോക്കണേ. ഇതിനുള്ളിൽ മടക്കണം. നോക്കുക, ഇതിനുള്ളിൽ മടക്കിയിട്ട് അങ്ങനെ തന്നെ നോക്കിയായിട്ട് ഈ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് ഈ 2 വിരലിലോട്ട് ലോക്ക് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലാകത്തില്ല, നോക്കണേ. നോക്കുക, നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്തതിനൊരു ബലവും കിട്ടില്ല. ഇവിടെ മടക്കുക. നോക്കുക, എന്നിട്ട് ഇതിനെ ഇവിടെ ടച്ച് ചെയ്യിക്കുക. അപ്പോൾ നല്ല ഒരു ബലം കിട്ടും. ഇവിടെ ടച്ച് ചെയ്തിട്ട് മടക്കുക. അതിന് ശേഷം വിരൽ എന്നിട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക. സ്പീഡിൽ ചെയ്ത് തീർക്കരുത്, പൂർണ്ണമായിട്ട് ചെയ്യുക. അതുകൊണ്ട് എവിടേക്കൊക്കെ ഇവിടുത്തെ എല്ലാ മസിൽസിനും സ്ട്രെച്ചിങ് കിട്ടണം, നല്ല ബലം കിട്ടും. അതിന് വേണ്ടിയാണ്. അതിങ്ങനെ പിടിച്ചാൽ മാത്രമേ ബലം ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നോക്കുക, പതുക്കെ പൂർണ്ണമായും തിരിച്ചെടുക്കുക. ആ വിരലുകൾ ഞാൻ ആ പറഞ്ഞ രീതിയിൽ പിടിച്ചാൽ മാത്രമേ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കൃത്യമായിട്ട് നിങ്ങളിവിടെ കഴക്കും. ഈ മസിൽസ് പലവരുടെയും വീക്കായിരിക്കും. പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്തെടുക്കുക. സാവധാനം ചെയ്താൽ മതി, പക്ഷെ നല്ല ഭംഗിയിൽ കൃത്യമായി ചെയ്യാം. കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കഴക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുള്ളിലേക്ക് ഇങ്ങനെ വന്നാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. സുഖമായിട്ട് എത്ര വേണം ചെയ്യാം. അതിന് കുറച്ച് ഈ ഒരു അവസ്ഥയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ അത് ബലം കിട്ടൂ. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. അവിടെ അകത്തേക്ക് അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈകൾ അടച്ചു പിടിച്ച് ചെയ്യേണ്ട എല്ലാ വ്യായാമങ്ങളും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഉള്ളപോലെ നമ്മുടെ കൊടുത്ത മസിലും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ചെയ്യാം.
ഇത് വ്യായാമം. വിരൽ ഞാൻ ഒന്നും കൂടി കാണിക്കാണ്. ഇങ്ങനെ മടക്കി ലോക്ക് ചെയ്യും. എന്നിട്ട് നോക്കി ചെയ്യണം. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് പൂർണ്ണമായും ഫാസ്റ്റ് ആവണ്ട. ഫാസ്റ്റായിട്ട് നമ്മൾ വെറുതെ എങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ടൈം ഒട്ടും ധൃതി കൂട്ടാതെ തന്നെ ചെയ്യാം. നല്ല ബലം നമുക്ക് ഫീൽ ചെയ്യണം. ഇവിടെ കഴക്കും ശരിക്കും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. ബലം ഫീൽ ചെയ്യണം. തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൈക്ക് ഒരു ബലം വന്നു തോന്നണം വ്യായാമം ചെയ്യുമ്പോൾ. വ്യായാമം അത്യാവശ്യം കായികാധ്വാനമൊക്കെ ചെയ്യുന്നവർക്ക് ആവശ്യമൊന്നുമില്ല. ഭാരം എടുത്ത് ഉയർത്തുന്നവരോ എന്തെങ്കിലും തൂമ്പയൊക്കെ എടുത്ത് പോലെ അല്ലാത്തവർ നോക്കുക. വിരലുകളും കൈത്തണ്ടയ്ക്കും അത്യാവശ്യം കുറേ ബലവും സ്ട്രെച്ചിങ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിങ്ങൾ കൈകൾ നേരെ വയ്ക്കാന്നുള്ളതാണ്. തളർത്തിയുടെ താഴ്ന്നു പോയാൽ ചെയ്യാൻ പാടില്ല. പിന്നെ എത്ര നിങ്ങൾക്ക് ഇങ്ങനെ മലർത്തി പിടിക്കാൻ പറ്റും, എത്ര ഇങ്ങനെ നിവർത്തി പിടിക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ വിരലുകൾ അടച്ച പോലെ ശക്തമായി അടയ്ക്കാം. എന്നിട്ട് പൂർണ്ണമായും നിവർത്തുക. ഇത്രയല്ല, പൂർണ്ണമായും നിവർത്തുക. കൈ വളയരുത്. ഈ ഷോൾഡറിന്റെ ലെവലിൽ തന്നെ പിടിച്ചിട്ട് പൂർണ്ണമായി നിവർത്തുക. വീണ്ടും ശക്തമായി അടയ്ക്കുക. പൂർണ്ണമായി നിവർത്തിയെടുക്കാൻ വളയ്ക്കണം. നിവർത്തിയിട്ട് വളയ്ക്കുക പുറകിലേക്ക്. ഇതിനുള്ളിൽ മസിൽസ് ഉണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും നിവർത്തിയാൽ മനസ്സിലാവും ഇവിടെ ഉള്ള മസിൽസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക. ഈ രീതിയിലായിരിക്കണം അടയ്ക്കേണ്ടത്. ഇങ്ങനെയല്ല, ഉള്ളിലേക്കെല്ലാം കൊണ്ടുപോകേണ്ടത്. എവിടേക്ക് കൊണ്ടുപോവുക, അടയ്ക്കുക, പൂർണ്ണമായി നിവർത്താം. അടയ്ക്കുക, പൂർണ്ണമായി നിവർത്തുക. പൂർണ്ണമായി നിവർത്തണേ, എന്നാൽ മാത്രമേ ഇവിടേക്ക് ഗുണം കിട്ടുള്ളൂ. വിരലുകൾ അടയ്ക്കേണ്ട രീതി നോക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ അടയ്ക്കുക, എന്നിട്ട് ഈ വിരലുകൊണ്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം, കൃത്യമായി ചെയ്യാം. അല്ല കൈ കഴക്കൽ, വിരലുകളുടെയൊക്കെ ഒരു ബലക്കുറവ്, അതൊക്കെ നമ്മളുടെ വ്യായാമക്കുറവുകൊണ്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇത് ആദ്യഘട്ടത്തിൽ വ്യായാമത്തിലേക്ക് എത്തുന്നവർക്ക് വളരെ നല്ല വ്യായാമമാണ്. ഇത് 1-2 സെറ്റ് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യാം. അപ്പോൾ ഏതൊരു വ്യായാമവും 3 സെറ്റെങ്കിലും ചെയ്യാം വീട്ടിൽ ചെന്നിട്ട്. ഇപ്പം ഇത്തരം വ്യായാമങ്ങൾ 3 സെറ്റ് ചെയ്യാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വ്യായാമം മതി. പക്ഷെ 20 മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്യാൻ എടുക്കുമ്പോൾ ഒരു 20 മിനിറ്റും കൂടി വിശ്രമിക്കാൻ കണ്ടിട്ട് വേണം വ്യായാമം എപ്പോഴും ചെയ്യും. അപ്പോൾ വ്യായാമത്തിൻ്റെ ഇടയിലുള്ള വിശ്രമം വളരെ പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ടൈമില്ലാതെ ഇന്ന് ഇത്ര വ്യായാമം ചെയ്ത് എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചു, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ടയേർഡാവും, ശരീരത്തിന് ദോഷമാണ്. അതുകൊണ്ട് കുറച്ച് വ്യായാമം, കുറച്ച് തരത്തിലുള്ള വ്യായാമം ഞാൻ നേരത്തെ പറഞ്ഞു. ജോഗിങ് ആണെങ്കിൽ വിശ്രമിച്ച് നല്ലപോലെ വിശ്രമിച്ച് വീണ്ടും 4-5 പ്രാവശ്യം വെയിറ്റ് എടുത്ത് ഉയർത്തേണ്ട ഒരു ജീവി തന്നെയാണ് മനുഷ്യൻ. വെയിറ്റും തുടർച്ചയായിട്ട് ഉയർത്തി വിശ്രമം കൊടുക്കാതെ വീണ്ടും ഉയർത്തുന്നത് ശരിയല്ല എന്നാണ്. മനുഷ്യൻ വെയിറ്റ് എടുത്ത് ഉയർത്തുമ്പോൾ ഇവിടേക്ക് ലോഡ് കൊടുക്കാം. ഇങ്ങനെ ആയിരിക്കരുത് വെയിറ്റ് എടുക്കുന്നത്. തുടയിലേക്ക് ലോഡ് കൊടുക്കുക. ആ വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ നടു വെട്ടിപ്പോരുത്. ആ രീതിയിൽ നമ്മൾക്ക് പാകമായിട്ടുള്ള വെയിറ്റ് എടുക്കുക. ചെസ്റ്റിന്റെ അവിടേക്ക് കൊണ്ടുവരിക, തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക, വളരെ സാവധാനം ഇങ്ങോട്ട് കൊണ്ടുവരിക. വളരെ സാവധാനം ഇങ്ങനെ വെച്ചാലാണ് ഇവിടെ നിങ്ങോട്ടുള്ള ഈ നട്ടലിനെ ചുറ്റി നിൽക്കുന്ന മസിൽസിന് ബലം കിട്ടും. ഈ വെയിറ്റ് കയ്യിൽ വെച്ച് വളരെ സാവധാനം വെക്കുക, വിശ്രമിക്കുക. ആ വെയിറ്റ് അപ്പോൾ തന്നെ എടുത്ത് ഉയർത്തരുത്. വിശ്രമിക്കുക, നല്ലപോലെ വിശ്രമിക്കുക. അതിനുശേഷം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക, എടുക്കുക. ഇത് നിങ്ങൾക്ക് നല്ല സുഖകരമായിട്ട് എത്ര തവണ ആവർത്തിക്കാൻ പറ്റും? 10 തവണയെങ്കിൽ 10 തവണ പോയി വിശ്രമിക്കുക, നല്ലപോലെ വിശ്രമിക്കുക. ശാന്തമായതിനു ശേഷം വീണ്ടും വെയിറ്റ് എടുത്ത് വരും. ഈ വിരലുകളുടെ വ്യായാമം വിരലുകൾ മാത്രമല്ല, മൊത്തത്തിൽ കൈത്തണ്ടയ്ക്കുള്ളതാണ്. ഉള്ളകൈയിലെ മസിൽസ്, ഈ മസിൽസ് ബലപ്പെടാനും കൂടി വിട്ടാണ് നമ്മൾ ബലപ്പിച്ച് ഇങ്ങനെ മലർത്തി പിടിച്ചാൽ മാത്രമേ ഇവിടേക്ക് സ്ട്രെച്ചിങ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ മലർത്തി പിടിക്കുന്നത്. എന്നിട്ട് കൈ വിരലുകൾ അടയ്ക്കേണ്ടത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നോക്കാം. തെറ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടേക്ക് അടയ്ക്കുക, ഇതുകൊണ്ട് ലോക്ക് ചെയ്യുക. നല്ല ബലത്തിൽ
മുഷ്ടി ചുരുട്ടാന്ന് വെച്ചാൽ നല്ല ബലത്തിൽ മുഷ്ടി ചുരുട്ടാം, പൂർണ്ണമായി നിവർത്തി മലർത്താം. അപ്പോൾ ഇത് ഇവിടേക്ക് നല്ല ഗുണം കിട്ടുന്ന പറഞ്ഞാൽ അരക്കെട്ടിലേക്ക് മാത്രമല്ല ഈ മൊത്തം മസിൽസ് ഇവിടെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് ഈ ഷോൾഡറിന്റെ അകലത്തിൽ കാല് വയ്ക്കാം. കാൽപാദം ഷോൾഡറിന്റെ അകലത്തിൽ മാത്രം ആ രീതിയിൽ തന്നെ വിരലുകൾ പതിച്ച് വെച്ചിട്ട് തന്നെ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാം. ഉപ്പിറ്റികൾ ഉയരാൻ പാടില്ല, പതിച്ച് തന്നെ വയ്ക്കണം. കാരണം ഈ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ വിരലുകളുടെ അടിയിലെ മസിൽസ്, കാൽപാദത്തിന്റെ അടിയിൽ മസിൽസ് ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ചില ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത്, വഴുക്കുന്ന സ്ഥലത്ത്, വഴുക്കലുള്ളത്, തെന്നലുള്ള സ്ഥലത്ത് ബലം പിടിച്ച് നമ്മളങ്ങനെ നടക്കാൻ സഹായിക്കുന്നത് വിരലുകളുടെ അടിയിൽ, പാദത്തിന്റെ അടിയിൽ മസിൽസ് ആണ്. അപ്പൊ അത് അങ്ങനത്തെ ബലമുള്ളവർക്ക് ഇങ്ങനെ ടൈലിലൊക്കെ, കൊച്ചുകുട്ടികളൊക്കെ ഓടുമ്പോൾ തെന്നി വീഴും, വയസ്സായവർ നടക്കുമ്പോൾ ടൈലിലൊക്കെ തെന്നി വീഴാൻ ആ ബലം നഷ്ടപ്പെടും ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇത് ഇങ്ങനെ വിരല് ഉയർത്തിയോ ഉപ്പിച്ച് ഉയർത്തിയിട്ടോ ചെയ്യാൻ പാടില്ല, അല്ലാതെ കൃത്യമായി ചെയ്യാം. കുറ്റി വിരലുകൾ ഉയരാതെ തന്നെ ചെയ്യണേ. ശ്രമിക്കാം. കൃത്യം ഒരു എണ്ണം വെച്ച് ചെയ്യണം. അപ്പൊ ഏകദേശം ഒരു 5 4 അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെ ചെയ്യണം. എന്നും ചെയ്തിട്ട് ഹിപ്പ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാൽപാദം, കാൽവിരലുകൾ ഉയരാൻ പാടില്ല, ഈ രീതിയിൽ ഉയരാൻ പാടില്ല, ഉപ്പിറ്റി ഉയരാൻ പാടില്ല. പതിച്ചു വയ്ക്കുക. അകലം ഈ ഷോൾഡറിന്റെ ലെവലിൽ കാല് വയ്ക്കുക, ഒരു സപ്പോർട്ട് കൊടുക്കുക. കാൽമുട്ടത് ഇങ്ങനെ വളച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഈ അരക്കെട്ടിന് മുമ്പിലോട്ടും ഈ വശത്തേക്കും പുറകിലേക്കും ഒന്ന് തള്ളിക്കൊടുത്ത്, അപ്പോൾ ഈ കാലുകൾക്കും സ്ട്രെച്ചിങ് കിട്ടും. നമ്മൾ വിരലുകൾ പതിച്ചു വെക്കുകയാണെങ്കിൽ. അല്ല ഇങ്ങനെ തിരിയുകയാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് മുട്ടിലേക്ക് ഒരു ലോഡ് വരും, വിരൽ ഉയർത്താതെ തിരിയുകയാണെങ്കിൽ. അപ്പോൾ പതുക്കെ ഒന്ന് ഉയർത്തിയിട്ട് പരമാവധി തിരിയാം, തിരിച്ച് അതേപോലെ തന്നെ ഒന്ന് പരമാവധി തിരിയാം. നോക്കാം, ഇത് ഉയർത്തുമ്പോൾ വിരലൊന്ന് ഉയർത്തി കൊടുക്കും. കൈ ആ ലെവലിൽ തന്നെ ഇരിക്കട്ടെ. നമ്മളുടെ ഷോൾഡർ മസിലൊക്കെ ബലപ്പെടാനാണ് ആ ലെവലിൽ തന്നെ ഇരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നോക്കാം, വയറ് ഇവിടേക്കുള്ള സ്ട്രെച്ചിങ്ങും ഇവിടേക്ക് സ്ട്രെച്ചിങ് ഒക്കെ കൃത്യമായി അടുത്തേക്ക് പറ്റുകയും, എന്നിട്ട് കാല് ഈ ഷോൾഡറിന്റെ അകലത്തിൽ തന്നെ വെച്ചാൽ മതി. ഇവിടെ സപ്പോർട്ട് കൊടുത്തിട്ട് ചെവിയോട് ചേർത്ത് വെച്ച് സ്ട്രെച്ച് ചെയ്യാം. 1 2 പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യുക, കൈ ചേഞ്ച് ചെയ്യുക. ചെവിയോട് ചേർത്ത് വയ്ക്കുക. ചെവിയോട് ചേർത്ത് വയ്ക്കുക ഉദ്ദേശിക്കുന്നത് ഇവിടെ നല്ലപോലെ സ്ട്രെച്ചിങ് കിട്ടാനാണ്. ഇനി ഇത് കാൽപാദം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒറ്റക്കാൽമ നിൽക്കാനാണ്. ഒറ്റക്കാൽമ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തെന്നിപ്പോവും. ഈ ഏരിയയിൽ ബലം നഷ്ടപ്പെട്ട് ഇങ്ങനെ 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 പോകും. അപ്പോൾ ഉറപ്പിച്ച് നിർത്തണം. തള്ളവിരലിന്റെ ആ അടിയിലേക്ക് ബലം കൊണ്ടുവന്ന് ശരീരത്തിന് ഉറപ്പിച്ച് നിർത്തി ആ മസിൽ ഫിറ്റ് ആക്കിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഉയർന്ന് നിൽക്കാം. അതിന് ശേഷം പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്യാം. നോക്കാം, ഇങ്ങനെ വെറുതെ തിരിച്ചെടുക്കരുത്. പൂർണ്ണമായും തന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഒരു 5 പ്രാവശ്യം പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. 5 6 പ്രാവശ്യം ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യം പുറത്തേക്ക് ചെയ്തത് നോക്കാം. ആദ്യം പുറത്തേക്ക് പൂർണ്ണമായിട്ട് സ്പീഡ് കൂട്ടണ്ടേ, പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്തെടുത്താൽ ഇവിടുത്തെ മസിൽ ഇവിടെ ഒക്കെ നല്ല വലിച്ചിൽ കിട്ടുള്ളൂ. അതുപോലെ ഇവിടത്തെ ഉള്ള മസിലൊക്കെ നോക്കാം. പുറത്തേക്ക് ആദ്യം റൊട്ടേറ്റ് ചെയ്തു,
ഇനി അതിനകത്തേക്ക് ചെയ്യാം. കാലിലെ അടിയിലെ മസിൽസ് നല്ലപോലെ സ്ട്രെച്ചിങ് കിട്ടും. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. ഇത് തെറ്റായി ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഒരു ഗുണം കിട്ടില്ല. കൃത്യമായി മുകളിലേക്ക് താഴത്തേക്ക് കൊണ്ടുപോവുക, റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. ആ രീതി ചെയ്താൽ മാത്രമേ അതിന് ഗുണം കിട്ടുള്ളൂ. ഈ കാല് ചേഞ്ച് ചെയ്യാം. പൂർണ്ണമായത് താഴത്തേക്ക് കൊണ്ടുവരിക, എന്നിട്ട് മുകളിലേക്ക് പരമാവധി കൊണ്ടുവരിക. താഴത്തേക്ക് പൂർണ്ണമായി എടുക്കുക, മുകളിലേക്കും പൂർണ്ണമായി തന്നെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ വീഴാൻ പോകുമ്പോൾ തള്ളവിരലിൻ്റെ അവിടേക്ക് കൊണ്ടുവരാം ബലം. അപ്പോഴാണ് നമ്മൾ ഈ മസിൽ ഫിറ്റ് ആവുള്ളൂ. ഈ മസിൽ ഫിറ്റ് ഇല്ലാതാണ് വീഴാൻ പോകുന്നത്. ഈ റൊട്ടേഷൻ കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാലിൻ്റെ ഈ ഏരിയയിലുള്ള മസിൽസ് നല്ല രക്തസഞ്ചാരം കിട്ടും. ഇവിടുത്തെ മസിൽ ഇതൊക്കെ ആ രീതിയിൽ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ വീഴാൻ പോകും. എന്നുവെച്ചാൽ നമ്മുടെ ഈ വിരലിനൊക്കെ മസിലിനൊക്കെ ബലം കുറവുണ്ടാകും. അപ്പോൾ അങ്ങനെ തന്നെ നിർത്തി എവിടെയും സപ്പോർട്ട് ചെയ്യാതെ തന്നെ ചെയ്ത് പഠിക്കാം. നമ്മൾ വീഴാൻ പോകുമ്പോൾ എവിടെയും സപ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യുക, വീണ്ടും കാല് കുത്തുക, അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ ഈ കാലിന് കൂടി ബലം. ജീവിതത്തിൽ ഒരേ തരത്തിലായിരിക്കും കൈകളെ ചലിക്കും. ബാക്കി മസിൽസൊക്കെ വീക്കായിരിക്കും, അവിടേക്കുള്ള രക്തസഞ്ചാരം കുറയും. അപ്പോൾ ഈ ഹാർട്ടിന് വ്യായാമം എന്നുള്ളത് ഹാർട്ടിന് നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചലനമാണ്. അപ്പോൾ ഹാർട്ടിന് ലോഡ് കുറയും. അത് ഓവറായിട്ട് ചെയ്ത് ഹാർട്ടിന് ലോഡ് കൂട്ടുകയല്ല വേണ്ടത്. നമ്മൾ അനങ്ങാത്ത മസിൽസിന് പലരും വലത് കൈ കൊണ്ട് മാത്രമായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മറ്റു ഭാഗം വീക്കായിരിക്കും. അപ്പോൾ ബോധപൂർവ്വം വ്യായാമം കൊണ്ട് രണ്ട് കൈകളും ചലിപ്പിക്കുക. ഇപ്പോൾ ഇടത് കൈയോട്ടൊക്കെ ഇങ്ങനെ എറിയാൻ പഠിക്കുക. അതൊക്കെ എന്തെങ്കിലും വാക്കത്തിയോട്ടൊക്കെ ഇടത് കൈകൊണ്ട് വെട്ടാൻ നമ്മൾ ബോധപൂർവ്വം കൈ ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കൈകളൊന്ന് മുകളിലേക്ക് ഇവിടെ വെച്ചിട്ട് നോക്കാം. രണ്ട് കൈ മുകളിലേക്ക് വെക്കാം. വളരെ സാവധാനം തിരിച്ചുകൊണ്ട് ഇതിപ്പോൾ സാവധാനം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് കൈ മുകളിലേക്ക് നിങ്ങൾ വേഗത്തിൽ ഉയർത്തുക. ഇപ്പോൾ ഏതൊക്കെ മസിൽ ഇങ്ങനെ നിർത്തുമ്പോൾ നിങ്ങളുടെ ഏതൊക്കെ മസിലാണ് ബലപ്പെട്ടതെന്ന് ശ്രദ്ധിക്കണം. ഏത് വ്യായാമം ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നോക്കാം, പുറകിലെ മസിൽ നമ്മുടെ വർക്ക് ചെയ്യാത്ത മസിലായിരിക്കും. അങ്ങനെയാണ് കുറേ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇവിടെ മുന്നോട്ട് കഴുത്ത് വേദന, കഴുത്തിന് ഇവിടെ നിന്ന്. അതൊക്കെ കൈയുടെ മസിലുകൾ പല രീതിയിൽ വർക്ക് ചെയ്യാത്ത തിരിച്ച് വരുന്നതിനാൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് തിരിച്ച് ഇങ്ങനെ സാവധാനം തളർത്തിയിടരുത്. തളർത്തിയിട്ടാൽ മസിലിലേക്കുള്ള ബലം പോയി, പിന്നെ വെറും ജോയിന്റിലേക്കാണ് കൊടുക്കും. അപ്പോൾ ചെയ്യേണ്ടത് നോക്കുക, ചെയ്താൽ സാവധാനം കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് ഈ ബലം അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ലോഡ് വരില്ല. അപ്പോൾ ഇനി കൈകളെ ഈ ലെവലിൽ തന്നെ പിടിക്കാം. ഈ ലെവലിൽ പിടിക്കാൻ നോക്കാം. പ്രധാനപ്പെട്ട വ്യായാമമാണ്. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഷോൾഡർ കഴിക്കുന്നത്, പുറത്ത് ഭാഗത്ത് വേദന ഒക്കെ ഉള്ളവർ വളരെ കൃത്യമായി ശ്രദ്ധിക്കാം. ഈ ലെവലിൽ പിടിക്കാനുള്ള ആദ്യത്തെ ഇതിൽ വിട്ട് താഴെ എടുക്കും. ലെവലിൽ തന്നെ പിടിക്കാം. വിരലുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? പരമാവധി പുറകിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടു ഈ ഇതിൽ തന്നെ പിടിക്കാം. ഷോൾഡർ ലെവലിൽ താഴ്ന്നു കഴിഞ്ഞാൽ വ്യായാമത്തിന്റെ ഗുണം പോയി. പരമാവധി പുറകിലേക്ക് കൊണ്ടുപോകാം. ഇത് നമ്മൾ പുറത്തെ മസിൽസിനെ ബലപ്പെടുത്തും, നല്ല രീതിയിൽ ബലപ്പെടുത്തും. നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. ഇതിന്റെ യഥാർത്ഥ രൂപം ഇതാണ്. നോക്കാം, പിന്നിലേക്ക് എടുക്കുക. പക്ഷെ അങ്ങനെ ആദ്യ ഘട്ടത്തിൽ ചെയ്യരുത്. ഞാൻ അതുകൊണ്ടാണ് സ്ലോവിൽ കാണിച്ചത്. ആദ്യം നിങ്ങൾ ഇങ്ങനെ പരിശീലിക്കുക, പരമാവധി പുറകിലേക്ക് കൊണ്ടുപോവുക. ഇത് ഒരു കാര്യം, കരാട്ടിലെ പിള്ളേരായിട്ട് പഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ പൂർണ്ണമായിട്ട് നിവർത്തി ചെയ്യാൻ പാടില്ല. ഇവിടെ കംപ്ലൈൻറ്റ് ഇത്ര വിട്ട് നിവരാൻ പാടില്ല, ഇങ്ങനെ നിവരരുത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ആദ്യം ഈ വ്യായാമം ശ്രദ്ധിക്കേണ്ടത് ഈ ഷോൾഡർ ലെവലിൽ പിടിക്കുക. ഈ ഷോൾഡർ ലെവലിൽ പിടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഈ മസിൽസ് ബലപ്പെടുള്ളൂ.
ഇത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ ബലം ഉണ്ടാവില്ല. 2 വിരലുകൾ ഇതേ രീതിയിൽ പിടിക്കുക, അടയ്ക്കുക, പരമാവധി പുറകിലേക്ക് ഇതേ ലെവലിൽ തന്നെ കേട്ടോ, താഴെ ഇതേ ലെവലിൽ തന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോവാം. അല്പം ബുദ്ധിമുട്ടായിരിക്കും കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ബുദ്ധിമുട്ട്. നമ്മളുടെ ഈ മസിൽ ഉണ്ടല്ലോ നല്ല പോലെ ഫിറ്റായി. ഈ മസിൽ മുകളിലേക്ക് ഒരു ഭാരം എടുത്ത് ഉയർത്തുമ്പോൾ, തലയ്ക്ക് മുകളിലേക്ക് ഒരു ഭാരം എടുത്ത് ഉയർത്തുമ്പോൾ ഉള്ള കൈകൾ എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിലും ഈ കൈ മടക്കി പിടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പിടിക്കരുത്, ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നോക്കുക, മുകളിലേക്ക് നോക്കുക, ചെവിയോട് ചേർത്ത് ഉയർത്തിയിട്ട് കൈമുട്ട് വളഞ്ഞിരിക്കരുത്. പൂർണ്ണമായി നിവർത്തുക കൈമുട്ട്. ഇങ്ങനെ വളഞ്ഞിരുന്നതിന്റെ ഗുണം കിട്ടില്ല. പൂർണ്ണമായി നിവർത്തുക, മേലേക്ക് നോക്കുക, സാവധാനം തിരിച്ചു കൊണ്ടുവരിക, താഴേക്ക് നോക്കുക. പൂർണ്ണമായി നിവർത്തുക, മുകളിലേക്ക് നോക്കുക, വളരെ സാവധാനം താഴേക്ക് കൊണ്ട് താഴേക്ക് നോക്കുക. എവിടേക്കൊക്കെയാണ് ഗുണം? വയറ്, ഈ മസിൽ, ഇവിടെ പുറത്തെ മസില്, കൈത്തണ്ട ഒക്കെ ബലപ്പെടും. ആവർത്തിച്ച് ചെയ്യണം. പ്രത്യേകിച്ച് പുതുതായിട്ട് ചെയ്യുന്നവർ ഞാനിപ്പോൾ കാണിച്ചു തരുന്ന വ്യായാമങ്ങളൊക്കെ നിങ്ങൾ വല്ലാതെ ടയേർഡാവാം, 10 എണ്ണാവാം 12 എണ്ണാവാം ചെയ്യുക, വിശ്രമിക്കുക. അങ്ങനെ ചെയ്ത് ശരീരം കറക്റ്റ് ചെയ്ത്. അതായത് ഇപ്പോൾ കൈ ഇങ്ങനെ ലൂസ് ചെയ്തിടരുത്, ആ ബലം കൊടുത്ത് തന്നെ പരമാവധി ചെയ്യും. വെറുതെ ഇങ്ങനെ ലൂസ് ചെയ്ത ഒരു ഗുണം കിട്ടില്ല. കൈമുട്ട് നിവർത്തി പിടിക്കുക. നീന്തുന്നവരുണ്ടെങ്കിൽ അറിയാം, ഫ്രീ സ്റ്റൈൽ നീന്തുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യോഗയിലൊക്കെ ആദ്യം തെറ്റായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഞാനൊക്കെ യോഗയ്ക്ക് പോയിരുന്നപ്പോൾ നോക്കാം, ഇങ്ങനെ വെറുതെ കറക്കി, അങ്ങനെ കറക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു വ്യായാമം ലൂസ് ചെയ്ത് ചെയ്യരുത്. അപ്പോൾ ഒരാൾ നീന്തുന്നു, ആ ബലം അവിടെ കൊടുക്കണം. കൈ ഇങ്ങോട്ട് മുന്നേക്ക് പോകുമ്പോൾ ആ ബലം കൊടുത്തുകൊണ്ട് കറക്കണം. തളർന്ന് ഇങ്ങനെ പോകരുത്, മസിലിന് ഒരു ഗുണം കിട്ടില്ല. മാത്രമല്ല ജോയിന്റ് അവസാനം കംപ്ലൈന്റ് ആവശ്യം നമ്മൾ വരിക. എന്നിട്ട് ഈ കൈയിനെ താഴത്തേക്ക് കൊണ്ടുപോയി ഇവിടുന്ന് മലർത്തുക, പുറകിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിവിടെ എത്തുമ്പോൾ ഇതേന്ന് അടുത്ത കൈ പുറകിക്കോടെ ഇങ്ങനെ എടുക്കുക. ഇതിവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ അടുത്ത കൈനെ പുറകിൽ കൊണ്ടുപോയി എടുക്കുക. നീന്തുന്ന പോലെ തളർത്തിയിട്ട് ചെയ്യരുത്. എന്നിട്ട് അത് നീന്തുന്ന അതേ അവസ്ഥയിൽ ശരീരത്തിന് മൊത്തം ഇളക്കിക്കൊണ്ട് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തെ നട്ടെല്ലിന് ചുറ്റുമുള്ള മസിൽസിന് നല്ല വഴക്കം കിട്ടും, ഫ്ലെക്സ്. അതേപോലെ ഇവിടെ ഈ പുറകെയുള്ള മസിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കിലോ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് വളരെ സാവധാനം, ഇത്തിരി കൂടി ലോഡ് പോകും. അപ്പോൾ നല്ല പോലെ വിശ്രമം വേണ്ടി വരും. ഈ പറയുന്ന എല്ലാ വ്യായാമവും, ഞാൻ നേരത്തെ കാണിച്ചെന്ന വ്യായാമം ഓരോ കിലോൻ്റെ വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം, ഒന്നും കൂടി ഗുണം കിട്ടും. പക്ഷെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകരുത്. ആദ്യഘട്ടത്തിൽ വെറുതെ ചെയ്ത് ഫിറ്റാക്കിയതിന് ശേഷം പതുക്കെ ഇത് തന്നെ നമുക്ക് കൈ മടക്കി വെച്ച് നോക്കുക. 1 കിലോനെ പാടുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് കൂടരുത്. അതും ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ഈ കറക്കൽ വെയിറ്റ് വെച്ച് ചെയ്യുന്നു. മറ്റു വ്യായാമങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളത് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ വെയിറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുട്ടുമടക്കാതെയാണ് ആ വെയിറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ചെറിയ അപകടം ഈ ജോയിന്റിലേക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റിൻ്റെ കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. വെയിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ ജോയിന്റിൽ പ്രശ്നം വരാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ചെയ്താൽ മതി. വളരെ നല്ലൊരു വ്യായാമമാണ്. നമുക്ക് ഈ പുറകിലെ മസിൽസിനൊക്കെ നല്ല രീതിയിൽ രക്തസഞ്ചാരം വർദ്ധിക്കും. ലൂസ് ചെയ്ത് ആടിക്കളിക്കരുത് ശരീരം. ഒരു വ്യായാമം ചെയ്യുമ്പോഴും ലൂസ് ചെയ്ത് പോരും.
ആ വൃത്തിയായിട്ട് തളർത്തിയിടാതെ തന്നെ, തളർത്തിയിട്ട് കൈ വീശലല്ല. നമ്മളൊരു ക്രിക്കറ്റ് കളിയിൽ ഒരാൾ ബോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ബലം ഉണ്ട് കൈ, ആ രീതിയിൽ ബലം കൊടുത്തിട്ട്, അല്ലെങ്കിൽ നീന്തുമ്പോൾ ആ വെള്ളത്തിന് തുഴയുമ്പോൾ ഒരു ബലം കൊടുക്കും. ബലം കൊടുത്തിട്ട് മാത്രം ചെയ്യാം. തളർന്ന് കൈ വരരുത്. മസിലിലേക്ക് ലോഡ് പോകാതെ ജോയിന്റിലേക്ക് ലോഡ് പോകും, ശ്രദ്ധിക്കും. ഇത് ഈ താഴേക്ക് വരുമ്പോൾ തളരരുത്, പ്രത്യേകം ശ്രദ്ധിക്കണേ. കൈകൾക്ക് നമ്മൾ ഇത്രയും വ്യായാമം ഇനിയുണ്ട്, ഒരുപാടുണ്ട്. ഇത്രയും വ്യായാമം ചെയ്ത് അത്യാവശ്യം ഒരു വഴക്കവും ബലവും കിട്ടും. പിന്നെ വെയിറ്റ് എടുത്ത് ഉയർത്തലാണ്. അത് ഞാൻ പറഞ്ഞു എങ്ങനെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൈകൾക്ക് ഇങ്ങനെ ഇത് ചെയ്യാന്ന് വിചാരിക്കും. അത് ചെയ്യേണ്ടത് കയ്യിൽ വെയിറ്റ് എടുത്ത് ഇങ്ങനെ ചെയ്തു വളരെ സാവധാനം കൊണ്ടുവന്നു, പിന്നെ ഇങ്ങനെ തിരിച്ച് പിടിച്ചുയർത്തി സാവധാനം കൊണ്ടുവന്നു, എന്നിട്ട് അടുത്ത കയ്യിലേക്ക് കൊടുക്കും. അത് തന്നെ തുടർച്ചയായിട്ട് വെച്ച് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെയിറ്റ് എടുത്ത് ഉയർത്തുക, ഞാൻ പറഞ്ഞ രീതിയിൽ ഉയർത്തുക, ശ്രദ്ധിക്കുക. ഇനി നോക്കുക, ഒരല്പം ബുദ്ധിമുട്ടുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നവർക്ക്. നമ്മൾ വയറ് മൊത്തം ബോഡി ഇതിനൊക്കെ നല്ല രീതിയിൽ സ്ട്രെച്ചിങ് ഇട്ടാൽ നോക്കുക. ഈ വിരൽ ഉയർത്തുക, വിരലിൽ ഉയർത്തിയിട്ട് ഈ സൈഡിലുള്ള, അപ്പോൾ പതുക്കെ കാല് തിരിച്ചു കൊടുക്കുക. ഈ വശത്ത് മുകളിലുള്ള ഒരു സാധനത്തിനെ പരമാവധി എത്തിക്കുക. നിങ്ങൾ എത്ര എത്തിച്ച് പിടിക്കാൻ പറ്റും നോക്കുക. വളരെ സാവധാനം തിരിച്ചു വരിക, വിശ്രമിക്കുക. വിശ്രമം ആവശ്യമുള്ളവർ, വയസ്സായവർ, വ്യായാമം ചെയ്ത് ശീലമില്ലാത്തവർ, അല്ലാത്തവർക്ക് വലിയ വിശ്രമമില്ലാതെ ചെയ്യാം. വിരൽ ഉയർത്തുക, വിരലിട്ടോ, വിരലിൽ നിർത്തുക, കുറച്ച് കാലിനെ തിരിച്ചു കൊടുക്കുക. മാക്സിമം എത്തിച്ച ഒരു സാധനത്തിന് പിടിക്കാൻ ശ്രമിക്കുക. സാവധാനം തിരിച്ചു വയറ്റിലേക്കാണ് പ്രധാനമായിട്ട് വ്യായാമം ഗുണം ചെയ്യുക. വിശ്രമിക്കണം. വിശ്രമം വളരെ പ്രധാനമാണ്. വീണ്ടും ചെയ്യാൻ നോക്കുക. ഒരു കാല് ഉയർത്തുക, എത്ര ഇതിലെത്തിച്ച് പിടിക്കാൻ പറ്റും നോക്കുക. അടിവയറ്റിലേക്ക് ബലം ഫീൽ ചെയ്യും. അടിവയറ്റിലേക്ക് ബലം തോന്നണ്ട. അപ്പോഴാണ് വ്യായാമത്തിന്റെ ഗുണം കിട്ടുള്ളൂ. പരമാവധി എത്തിക്കാം, എത്ര എത്തിക്കാൻ പറ്റും നോക്കുക. അപ്പൊ കാല് പതുക്കെ തിരിച്ചു കൊടുക്കുക. വളരെ നല്ല വ്യായാമം പറ്റും നോക്കാം. പൊന്താൻ പാടില്ല. പൊന്തിയ വയറ്റിലേക്കുള്ള ലോഡ് കുറയും. അപ്പൊ അടിയിലുള്ള കാല് ഇപ്പൊ ഇങ്ങനെ പൊന്തി കഴിഞ്ഞാൽ വയറ്റിലേക്ക് ലോഡ് കുറയും. അപ്പൊ ജോഗ് ചെയ്യാൻ ആരംഭിക്കുക. വളരെ സാവധാനം ജോഗ് ചെയ്യുക. ജോഗ് ചെയ്ത് ടയർഡാവാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നല്ലപോലെ വിശ്രമിക്കുക. അപ്പൊ ഇതുവരെ ജോഗ് ചെയ്ത് ശീലമില്ലാത്തവര് ഒരാഴ്ചക്ക് ഇങ്ങനെ തന്നെ ആവർത്തിക്കുക. സ്ലോവിൽ ജോഗ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, നല്ലപോലെ റെസ്റ്റ് എടുക്കുക, വീണ്ടും ജോഗ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര തവണ നല്ല സുഖത്തോടുകൂടി ചെയ്യാൻ സാധിക്കുന്നു അത് ആവർത്തിക്കുക. അതിനുശേഷം നല്ലപോലെ അന്ന് തന്നെ, ആദ്യത്തെ ദിവസങ്ങളിൽ വേണ്ട, അന്ന് തന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നമോ ക്ഷീണമോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു വെയിറ്റ്, ഞാൻ പറഞ്ഞു കഴിയാവുന്ന ഒരു വെയിറ്റ് ഈ രീതിയിൽ ബോഡി തൊടയിലെ മസിൽസിൽ ഇത് കൊടുത്തിട്ട് എടുക്കുക. ചെസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക, ഉയർത്തുക, സാവധാനം ചെസ്റ്റിൻ്റെ അവിടേക്ക് തന്നെ കൊണ്ടുവരിക. വളരെ സാവധാനം, വളരെ സാവധാനം താഴെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ മസിൽ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒറ്റയടിക്ക് കൊണ്ടുപോയി വെക്കുക. മാത്രമല്ല, ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഹാർട്ട് ശക്തമായിട്ട് നമ്മൾ ബ്ലഡ് പമ്പ് ചെയ്ത് ശീലിപ്പിക്കണം. എന്നാൽ അത് പല ക്ലാസ് കൊടുക്കാതെയാണ് അത് പമ്പ് ചെയ്ത് ശീലിപ്പിക്കുന്നത്. അവസാനം ഹാർട്ടിന്റെ കാര്യക്ഷമത കുറഞ്ഞു വന്നു. ഒന്നല്ലെങ്കിൽ ആൾ വ്യായാമം അവസാനിപ്പിക്കും, അല്ലെങ്കിൽ പല അസുഖങ്ങളും പലവരും കുഴഞ്ഞു വീണ്. അപ്പോൾ ഹാർട്ടിനെ നല്ല രീതിയിലാണ് വർക്ക് ചെയ്ത് ശീലിപ്പിക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അത്യാവശ്യം വ്യായാമം, നല്ല ഒരു വ്യായാമം. പിന്നെ ഞാൻ പറഞ്ഞ പുള്ളപ്സോ റോക്ക് ക്ലൈമ്പിങ്ങോ മരം കയറ്റോ അതൊക്കെ ഒന്നുകൂടെ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് മനുഷ്യനും സാധാരണ രീതിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ സ്പെഷ്യലായിട്ട് ഉള്ളതിനൊക്കെയാണ് മുട്ടുവേദന, കൈവേദന, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട്
നടുവേദനയൊക്കെ ഉള്ളു. ഈ കൈയുടെ പിടുത്തം ശ്രദ്ധിക്കുക. പിടിച്ചു, അടച്ചു, വെയിറ്റ് എടുക്കുന്ന പോലെ ചെവിയോട് ചേർത്ത് പിടിക്കുക. ചെവിയോട് ചേർത്ത് പിടിച്ചാൽ നമുക്ക് ഇവിടേക്ക് നല്ല വലിച്ച് മുകളിലേക്ക് നോക്കാം. ഇത്രയും കൊണ്ടുവന്നാൽ മതി. കൈ ആദ്യഘട്ടത്തിൽ കഴക്കുന്നവർ മാത്രം താഴേക്ക് ഇടാം, അല്ലെങ്കിൽ ദൂരം താഴേക്ക് വിടുക. മുഴുവനായി നിവർത്തണേ, എന്നാലും അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. ഇത്ര വെച്ചിട്ട് കാര്യമില്ല. കൈവിട്ട് മുഴുവനായി നിവർത്തി പിടിക്കുക, താഴേക്ക് കൊണ്ടുവരാം, വീണ്ടും ഉയർത്തുക, ചെവിയോട് ചേർക്കണേ. ഈ രീതിയിൽ ആവർത്തിക്കുക. വെയിറ്റ് എടുത്ത് ഉയർത്തുന്നവരാണെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് മസിലുകൾക്ക് നല്ല സ്ട്രെച്ചിങ്ങും അത്യാവശ്യം ബലം കിട്ടാവുന്ന രീതിയിലുള്ള വ്യായാമം. ഈ ലെവലിൽ തന്നെ പിടിക്കുക. ശ്രദ്ധിക്കണം, നമ്മൾ പുറകിലേക്ക് തിരിയാൻ പോകണം. അപ്പോൾ തിരിയുമ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ തിരിയരുത്. എന്ത് ചെയ്യണം? ഒന്ന് ഈ കാലം ഉയർത്തി കൊടുത്തിട്ട് തിരിയും. ഈ ലെവലിൽ താഴാനും പാടില്ല കൈകൾ. ഈ കാലം ഉയർത്തി കൊടുത്ത് പുറകിലേക്ക് തിരിയാം. നോക്കാം എവിടേക്കൊക്കെ കിട്ടുന്നുണ്ട് നോക്കാം. തിരിഞ്ഞൊന്ന് നിന്ന് നോക്കാം. വയറ്, ഈ ഏരിയ, ഷോൾഡർ, ഈ വിരൽ ഉയർത്തും, തിരിയും. ഇതിങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞാൽ എന്താ പ്രശ്നങ്ങൾ നോക്കാം. നിങ്ങളിങ്ങനെ വെച്ചു തിരിഞ്ഞാൽ ഈ മുട്ടുകാല് ഇതിലേക്ക് ലോഡ് വരും. അത് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ഈ മുട്ടിന് കംപ്ലൈൻറ്റ് വരും. അത് പതുക്കെ ഉയർത്തി കൊടുത്താൽ പ്രശ്നം പോലെ തന്നെ പിടിക്കുക കൈകൾ. എന്നിട്ട് നമ്മൾ കമഴ്ത്തി തന്നെ പിടിക്കണേ, ശ്രദ്ധിക്കണം. ഇതും ഈ ഏരിയ ഇവിടെ ഒക്കെ ബലപ്പെടും, കഴുത്ത് ഇവിടെ ഒക്കെ ബലപ്പെടും. അത് ശ്രദ്ധിച്ച് ചെയ്യാം. കമഴ്ത്തി പിടിച്ചിട്ട് ഇങ്ങനെ തന്നെ ഉയർത്താം. ഇങ്ങനെ മലർന്ന് ഇങ്ങനെ തന്നെ ഉയർത്താം. പരമാവധി ഉയർത്താം. സാവധാനം താഴെ കൊണ്ടുപോകും. പിടിച്ചിട്ട് പരമാവധി ഉയർത്താം. സാവധാനം താഴെ കൊണ്ടുപോകും. ഈ ബലം അവിടെ കൊടുക്കണേ. ഇങ്ങനെ ബലം കൊടുത്താൽ മാത്രമേ ഗുണം കിട്ടുള്ളൂ. കാരണം ഇങ്ങനെ പിടിക്കുമ്പോഴാണ് നിങ്ങളുടെ കൈത്തണ്ട വലിയുള്ളൂ. കൈത്തണ്ട വലിഞ്ഞ അവസ്ഥയിൽ കൈ പൊക്കുമ്പോഴാണ് ഇവിടെ കൂടുതൽ ബലം കിട്ടും. നിങ്ങൾ ലൂസ് ആയിട്ട് പൊക്കി വയ്ക്കും, നമുക്ക് ഈസി ആയിട്ട് ഇവിടേക്ക് ഒന്നും തോന്നില്ല. കൈ വെറുതെ ഇങ്ങനെ വെച്ച് പൊക്കി വയ്ക്കും. അപ്പൊ ഇങ്ങനെ മടക്കി പിടിച്ച് ബലം കൊടുക്കുമ്പോൾ ഇത് ഒന്ന് ബലപ്പെട്ടു. ആ ബലപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ഉയരുമ്പോഴാണ് നല്ല ഈ സ്ട്രെച്ചിങ്ങും ഫ്ലെക്സിബിലിറ്റിയും കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ മസിൽസിന് കിട്ടണമെങ്കിൽ ആ രീതിയിൽ ബലം കൊടുത്തോട്ട് ചെയ്യണം. ഈസി ആയിട്ട് ചെയ്തു. അപ്പോൾ ഈ മസിൽ ഫിറ്റാവും. ഈ മസിൽ ഇവിടെ ഫിറ്റാവും. കൈത്തണ്ട ഫിറ്റും, ഷോൾഡർ, ഈ ഷോൾഡർ പെയിനൊക്കെ ഉള്ളതിൽ വളരെ നല്ല വ്യായാമമാണ്. 3 സെറ്റെങ്കിലും ആദ്യഘട്ടത്തിൽ ആവും. കഴുത്തി പിടിച്ചിട്ട് ഉയർത്താം. ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കുക, മാക്സിമം ഉയർത്താം. സാവധാനം താഴേക്ക് മാക്സിമം ഉയർത്തുക. കൈ മലർത്തി ഇരിക്കരുത്, കമഴ്ത്തി വയ്ക്കണം. സാവധാനം താഴേക്ക്. ഓരോ വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ നിരീക്ഷിക്കുക എവിടെയൊക്കെയാണ് ബലപ്പെടുന്നത് എന്നുള്ളത്, ഏതൊക്കെ മസിൽസാണ്. ഇത് ചെയ്യും പ്രധാനമായിട്ട് നമ്മളുടെ ഈ മസിൽ പുറകിലത്തെ ഒരുവിധ ആളുകളുടെ നനങ്ങില്ല ഇവിടുത്തെ മസിലൊക്കെ. കാരണം ഷോൾഡറൊക്കെ തൂങ്ങി നമ്മളിങ്ങനെ ആയിപ്പോകും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ചെസ്റ്റ് വിരിഞ്ഞിരിക്കും. ചെസ്റ്റ് വിരിഞ്ഞിരിക്കാന്ന് വെച്ചാൽ നമ്മുടെ ലങ്സൊക്കെ ആ രീതിയിൽ വർക്ക് ചെയ്ത് ഹാർട്ടൊക്കെ ആ രീതിയിൽ വർക്ക് ചെയ്താൽ നമ്മുടെ ചെസ്റ്റ് വിരിഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ചെവിയോട് ചേർത്തേക്ക് നമ്മൾ ഈ ഏരിയയ്ക്ക് ഒരു സ്ട്രെച്ചിങ് കൊടുക്കാൻ പോകണം. നോക്കാം, കാൽപാദം പതിച്ചു വെക്കണം. കാൽപാദം ഉയരരുത്. ഒന്ന് വിശ്രമിക്കാം. അതായത് പുതുതായിട്ട് വ്യായാമം ചെയ്യുന്നവർ ഒന്ന് വിശ്രമിക്കാം. അതിനുശേഷം അടുത്ത കൈ, ഒരു കൈ ഇവിടെ സപ്പോർട്ട് ചെയ്യുക, ചെവിയോട് ചേർക്കുക. ചെവിയോട് ചേർത്ത് വയ്ക്കുക. അതിൻ്റെ ദശ ഇവിടേക്ക് നല്ല സ്ട്രെച്ചിങ് കിട്ടാനാണ്. ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ഒരു
പ്രഷർ താങ്ങാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഈ ജോയിൻറ്റിന് എന്തെങ്കിലും വിഷയം നോക്കാം. സാവധാനം താഴേക്കുണ്ട്, കൈ താഴേക്കുണ്ടല്ലോ പൂർണ്ണമായിട്ട്. താഴേക്കുണ്ടതിന് ശേഷം വീണ്ടും ഇതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വയറ്റിലേക്ക് ശ്രദ്ധിക്കുക. വയർ മസിലൊക്കെ നല്ല ബലപ്പെടും. ഇങ്ങനെ കൈ ഉയർത്തി നിങ്ങൾ മേലേക്ക് ചെയ്യുന്ന ഏത് വ്യായാമവും വയറിനും കൂടി ഗുണം കിട്ടും. പിന്നെ എവിടേക്കുള്ള സ്ട്രെച്ചിങ് വയറ്റിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കൃത്യമായിട്ട് ചെയ്യും, വയറ് നല്ല ബലപ്പെടും. ജോയിന്റ് പെയിൻ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. മസിലിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടല്ലോ, കൈകൾ ഇങ്ങനെ പിടിക്കാം. നമ്മൾ വെള്ളമൊക്കെ വരില്ലേ പോലെ പൂർണ്ണമായിട്ടും താഴത്തേക്ക് എടുത്ത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇതിൽ തന്നെ അത്യാവശ്യം ഇത് കിട്ടുന്നുണ്ട് ഈ കൈ വീശുന്നതിൽ തന്നെ. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ഉയർത്തി നിന്ന് എടുക്കണില്ല നമ്മൾ. അപ്പോൾ ഈ ഷോൾഡറിലേക്ക് കൂടുതൽ ഇത് വരും. പക്ഷേ അവിടെ തന്നെ പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇവിടേക്ക് കൂടുതൽ ബലം കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, കൈ ചുരുട്ടി പിടിക്കണേ. ഈ മസിലൊന്ന് ബലപ്പെടും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓരോ കിലോ വെയിറ്റ് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ചെയ്ത് തരാം. നമ്മൾ വെള്ളമൊക്കെ വരുന്ന പോലെ ചെയ്യാം. അങ്ങനെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് ചലനങ്ങൾ ചെയ്യാം. നമ്മൾ വെറുതെ ഇങ്ങനെ ഉയരാണ്. അപ്പോൾ ഉയരുമ്പോൾ ഒരിക്കലും ഈ ചെറുവിരലിന്റെ അവിടേക്ക് എല്ലാം ബലം കൊണ്ട് തള്ളവിരലിന്റെ അടിയിലേക്ക് മുകളിന്റെ അവിടേക്ക് ബലം നമ്മൾ ബോധപൂർവം കൊണ്ടുവരും. ഉയരുമ്പോൾ ഈ അത്യാവശ്യം കാൽപാദത്തിന്റെ അടി ഫിറ്റല്ലാത്തവർ, ഈ മസിൽ ഫിറ്റല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ തെന്നി പോകും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുള്ളതാണ് വ്യായാമത്തിന്റെ രീതി. അപ്പോൾ നോക്കാം. പിന്നെ ഇപ്പൊ നമ്മൾ ആദ്യം ഇതിന് മാത്രം ഈ കാൽപാദം മാത്രം ഉദ്ദേശിച്ചു. കാൽപാദവും വയറും കൂടിയും കൈകൾക്ക് സ്ട്രെച്ചിങ് കൂടി കിട്ടുന്നതാണ് ഇതിന്റെ പൂർണ്ണ രൂപ വ്യായാമത്തിനൊക്കെ ശ്രദ്ധിക്കാം. ആദ്യ ഘട്ടത്തിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉയർന്നൊന്ന് നിന്ന് നോക്കാം. അപ്പോൾ വിരലുകളിൽ നിന്ന് ചെറുവിരലിൻ്റെ അവിടേക്ക് പോകും, നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. അതിങ്ങനെ ഉയർന്നു നിന്ന് അടിക്കും. എന്നിട്ട് താഴത്തേക്ക് ഒറ്റയടിക്ക് പോകരുത്. സാവധാനം പോയാൽ മാത്രമേ ആ ബോഡിയുടെ ഫുൾ വെയിറ്റിനെ ആ കാൽപാദത്തിന്റെ മസിലിനെ ഉപയോഗിച്ച് സാവധാനം താഴേക്ക് പോകാം. എന്നിട്ട് എന്ത് ചെയ്യണം നോക്കുക, ഈ വിരലുകൾ ഉയർത്താം. മാക്സിമം ഉയർത്തി ഉപ്പുറ്റിക്ക് നല്ല സ്ട്രെച്ചിങ് കൊടുക്കാം. നോക്കാം, അത് ശരിയാവും. നല്ല വ്യായാമമാണ്. നമ്മളുടെ ഉപ്പുറ്റി വേദനക്കാർക്കൊക്കെ വളരെ നല്ല വ്യായാമമാണ്. ശ്രദ്ധിക്കുക, ഉയരാം. അപ്പൊ ബലം ഇങ്ങനെ ഉയരാം. ഉയർന്ന വിരല് നമ്മുടെ തെന്നി പോണുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരാം. വിരലിലേക്ക് ഇങ്ങനെ ഉയർന്ന് പോകും. ശരിയാവും. അത് നമ്മുടെ ഈ മസില് ബലം കുറയുമ്പോഴാണ് നമുക്ക് നിൽക്കാൻ മതി. അതുപോലെ ഇതിന്റെ അടിയിലുള്ള മസിലിനൊക്കെ ബലം കുറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആദ്യം വരാം, എന്നിട്ട് വളരെ സാവധാനം തിരിച്ചു പോവാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതിലേക്ക് വരും. ഇത് ആവർത്തിക്കുക. പാദം, ഈ മസില്, വിരലുകളുടെ മസിലുകളൊക്കെ നല്ല ബലം കിട്ടും. മുട്ടിന് കിട്ടും. അതുപോലെ ഉപ്പുറ്റി, ഇവിടേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ഈ മസിലൊക്കെ ഫിറ്റാവും. അപ്പോൾ വളരെ ചെറിയ ഇതുകൊണ്ട് നല്ല ബലം കിട്ടും നമ്മളുടെ കാലിന്. ഒരു 2-3 സെറ്റ് നല്ലപോലെ ആവർത്തിക്കുക. അപ്പൊ ഇതിന്റെ പൂർണ്ണ രൂപം ഞാൻ കാണിച്ചു തരാം. ഇത് വയറിനും കൂടി ഗുണം കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉയർന്നിട്ട് കൈകൾ മുകളിലേക്ക് കൊണ്ടുപോകുക. വളരെ സാവധാനം തിരിച്ചു വരിക. എന്നിട്ട് എന്ത് ചെയ്യണം, കുറ്റിയിലേക്ക് ബലം കൊണ്ടുപോകുക. വീണ്ടും ഉയരുക, വളരെ സാവധാനം തിരിച്ചു വരിക. വളരെ സാവധാനം തിരിച്ചു പോകണം. കുനിഞ്ഞ് നിവർന്നിട്ടുള്ള ഒരു വ്യായാമം. അപ്പൊ അതിന്റെ ആദ്യ പടിയായിട്ട് നമ്മൾ ചെയ്തത് ഈ ഫുട്ബോൾ പ്ലേയേഴ്സിനൊക്കെ ഒരു സ്ട്രെച്ചിങ് കൊടുക്കലുണ്ട്. ആദ്യം നമ്മൾ
ഒരു കാല് മുമ്പിലേക്ക് കയറ്റി വയ്ക്കുക. പുറകിലെ കാലിനെ വിട്ടേക്കുക എന്നാൽ വലിയ രീതിയിൽ വളയ്ക്കാനൊന്നും പാടില്ല. അത് നേരെയോ ചെരിച്ചു വെക്കരുത്, കുറച്ച് നേരെ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ഒരു വ്യായാമത്തിലും മുട്ട് വളയ്ക്കാതെ തല എവിടെയെങ്കിലും തൊടുക, മുട്ട് വളയ്ക്കാതെ കൈ എവിടെയെങ്കിലും തൊടുക, അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ മുട്ടുകളൊക്കെ വളയ്ക്കാനുള്ളതാണ്. തല ഇവിടെ കൊണ്ട് തൊടുക, കൈ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമുക്ക് മുട്ടുകൾ ഈ ജോയിന്റുകളൊക്കെ വളയ്ക്കാൻ തന്നെയാണ് ശരീരത്തുള്ളത്. അത് വളയ്ക്കാതെ എവിടെയെങ്കിലും തൊട്ടുകൊണ്ട് അത്ര വലിയ ഗുണവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നോക്കുക, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഇതിനും വിരലുകൾ, പ്രത്യേകിച്ച് തള്ളവിരൽ, നമ്മൾ കുനിയുമ്പോൾ തള്ളവിരൽ ഇങ്ങനെ ഉയരും. അങ്ങനെ ഉയരുകയാണെങ്കിൽ ഉറപ്പിച്ച് നിർത്താം. പുതുതായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത്ര മാത്രം മുട്ട് വളയ്ക്കണം, വല്ലാതെ ഇങ്ങനെ വളയ്ക്കാൻ പാടില്ല, ഇത്ര മാത്രം. എന്നിട്ട് എന്താ ചെയ്യുമ്പോൾ നമ്മൾ നോക്കാം, ശ്രദ്ധിക്കണേ. ശ്വാസം വിട്ടുകൊണ്ട് കൈ ഇതിലേ കൊണ്ടുപോവാം. ഇപ്പോൾ ഈ കുനിയുന്ന അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് ഇനി നോക്കുക, എവിടേക്കൊക്കെ ഇത് ഗുണം കിട്ടുന്നത് നോക്കുക. ഈ പൊസിഷനിൽ നിന്നിട്ട് നിങ്ങളൊന്ന് ശരീരത്തിൽ നിന്ന് നിരീക്ഷിക്കുക. ഈ മസിൽ ഇവിടെ നോക്കുക, കാൽപാദത്തിൻ്റെ മസിൽ, തുടയുടെ മസിൽ, ഇവിടേക്കൊക്കെ സ്ട്രെച്ചിങ് കിട്ടുന്ന വളരെ ലളിതമായിട്ടുള്ള എന്നാൽ വളരെ ഗുണം ചെയ്യുന്ന വ്യായാമമാണ്. ഈ കാല് നേരെ വെച്ചോട്ടോ, ഇങ്ങനെ ചെരിച്ചു വെക്കില്ല. നോക്കാം, പുറകിലെ കാല് ചെരിച്ചു വെക്കില്ല, നേരെ വെക്കാം. ശ്രദ്ധിക്കേണ്ടത് ഈ വിരല് ഉയരരുത്. വ്യായാമം ചെയ്യുമ്പോൾ മുട്ട് ഇത്ര മാത്രം വളച്ചു പിടിക്കുക, കാലുകൾ നേരെ വെക്കാനായിട്ട് നോക്കുക. കൊണ്ടുപോയി അറ്റം വരെ എത്തിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഇവിടെ സുഖകരമായ സ്ട്രെച്ചിങ് കിട്ടും. ഈ മസിലിന് ഇവിടേക്ക് സ്ട്രെച്ചിങ് കൊടുക്കാതെ, അല്ലാതെ എത്തി വെച്ചാൽ അവിടേക്ക് കുറവ് കിട്ടുള്ളൂ, ഇവിടേക്ക് കിട്ടും. അപ്പോൾ ഇവിടേക്ക് കൂടുതൽ സ്ട്രെച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും അടുത്ത് വെച്ചിട്ട് ഈ കാല് നിവർത്തി എന്ന് വയ്ക്കുക, വല്ലാതെ വളയ്ക്കാതെ സാവധാനം കുനിയണേ. പ്രത്യേകം ശ്രദ്ധിക്കുക, സാവധാനം കുനിയ. വിരലുകൾ ഉയരാതെ, കുറ്റി ഉയരാതെ, തള്ള വിരല് ഇങ്ങനെ ഉയർന്നു പോവാതെ. കുനിയുമ്പോൾ ചിലർ ഇങ്ങനെ ഉയർന്നു പോകും, അത് ചെയ്യാതെ കൃത്യമായിട്ട് വളരെ സാവധാനം കുനിയ. നിവർന്നു വരാം. ആദ്യഘട്ടത്തിൽ ഒരു ആവശ്യത്തിന് വിശ്രമം കൊടുത്തതിന് ശേഷം മാത്രം കുനിയ. അതാ ശ്രദ്ധിക്കേണ്ടത്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വല്ലാതെ അകത്തേക്ക് അത്ര അടുത്തെങ്കിലും, കാരണം അത് ചെയ്ത് ഇവിടേക്കാണ് പ്രധാനമായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടേക്ക് കുറയും നമ്മളുടെ സ്ട്രെച്ച്. ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാലാണ് ഇവിടേക്കുള്ള സ്ട്രെച്ചിങ് ഉദ്ദേശിക്കുന്നത്, ഈ അരക്കെട്ടിൻ്റെ. അപ്പോൾ ഇവിടേക്കും ഈ മസിലിൻ്റെ ഇവിടേക്ക്, ഇവിടെ ഈ അടിഭാഗം, ഇവിടെയൊക്കെ അതേപോലെ ഇവിടെ. ഇങ്ങനെ നിൽക്കണേ, നേരെ ചെയ്ത്. ശേഷം കാല് ചേഞ്ച് ചെയ്യാം. ഇതൊരു 5 പ്രാവശ്യമെങ്കിലും വെച്ച് ചെയ്യാം. കാല് ചേഞ്ച് ചെയ്യുക. ഈ പൊസിഷൻ ശ്രദ്ധിക്കണേ. പാദം ഉറപ്പിച്ച് വിരൽ ഉറപ്പിക്കുക. കുറച്ച് മാത്രം വളയ്ക്കാം. കുറ്റിന് വെക്കാം, മുട്ട് വളയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ. ഇപ്പൊ എവിടേക്ക് കിട്ടുക, ഈ പുറകുവശം ഇവിടേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇത് തന്നെ എത്ര തവണ നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റുമോ? വളരെ നല്ല വ്യായാമമാണ് നമുക്ക് ഈ രീതിക്ക്. ആദ്യം കാൽപാദം പതിച്ചു വെക്കുക. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ കാൽപാദം പതിച്ചു വെച്ചു. ഈ കാല് ചെരിച്ചു വെക്കരുത്, നേരെ വെച്ചു. എന്നിട്ട് നോക്കുക, മുട്ട് ഇത്ര മാത്രം വളയ്ക്കുക. എന്നിട്ട് താഴേക്ക് പോവുക, വിരൽ പതിച്ചു വെക്കുക. ഇതാണ് ഈ പൊസിഷൻ. ഇപ്പോഴാണ് ഇവിടേക്ക് നല്ല ബലം. നോക്കുക, നല്ല സുഖം ഫീൽ ചെയ്ത് വീണ്ടും അതൊക്കെ അതേ രീതിയിൽ വെച്ച് ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് കൂടുതൽ ഗുണം. ഇത്ര മാത്രം ഉപ്പിറ്റ് നിവർത്തി വയ്ക്കുക. എന്നിട്ട് കുറച്ച് മുട്ട് വളച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പിറ്റി വേദന അല്ലാതെ ഇവിടെയൊക്കെ പ്രശ്നം വരുന്നവർ ഇത് ചെയ്യേണ്ട, ഉപ്പിറ്റി ഉയർത്തി. കാരണം ഉപ്പിറ്റിയുടെ അവിടേക്ക് കൂടുതൽ ലോഡ് കൂടി എന്തെങ്കിലും വേദന വരുന്നവർ
ഉപ്പുറ്റി വരുത്തിയിട്ടുള്ളത് തൽക്കാലം ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വളരെ നല്ലൊരു വ്യായാമമാണ്. ഞാൻ വീണ്ടും കാണിച്ചു തരാണ്. വിരലുകൾ അനങ്ങരുത്, കാല് വല്ലാതെ വളയരുത്, ഇത്ര മാത്രം വേണം. എന്നിട്ട് കുനിയുക. ഈ കുനിയുന്ന അവസ്ഥയിൽ വിരലുകൾ ഉയർന്നു പോകാതെ ശ്രദ്ധിക്കുക. സ്ട്രെച്ച് ചെയ്യുക. അത് കാല് ചേഞ്ച് ചെയ്ത് ചെയ്യാം. ഇപ്പൊ ഇടത്ത് കാലിനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കാല് ചേഞ്ച് ചെയ്ത് ചെയ്യാം. എന്നിട്ട് ഉയരുമ്പോൾ മുട്ടുവേദനയൊക്കെ ഉള്ളവര് ഈ ഉപ്പുറ്റി ഇങ്ങനെ മലർത്തി പിടിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വേദന തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പാടില്ല. രണ്ട് കാലും ചേഞ്ച് ചെയ്ത് ചെയ്യാം. പുരുഷന്മാർ ഒരു വ്യായാമം കാല് കൂട്ടി വെച്ച്, പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു വ്യായാമം കാല് കൂട്ടി വെച്ച് കുനിയരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് വ്യായാമ പരിശീലനത്തിന് പോയാലും കാലുകൾ ചേർത്ത് വെച്ച് നിങ്ങൾ കുനിയരുത്. നോക്കുക, ഇത്ര അകലത്തിൽ വെക്കുക. ഇത്ര അകലത്തിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു കാലം കൊണ്ട് കുനിഞ്ഞാൽ രണ്ട് കാലം കൊണ്ട് കുനിയാം. രണ്ട് കാലം ഉപയോഗിച്ചിട്ട് നോക്കണേ. അപ്പൊ എന്താ, ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ലോഡ് എവിടേക്ക് പോണേന്ന് നോക്കാം. ഉപ്പുറ്റിയിലേക്കല്ല വരണ്ടേ, മുമ്പിലേക്ക് കൊടുക്കുക. വിരലുകളിലേക്ക് കൊടുത്തിട്ട് പതുക്കെ നിവർന്നു വരാം. വിശ്രമിക്കുക. അല്പം മുട്ട് വളച്ചു കൊടുക്കുക. അല്പം മുമ്പിലേക്ക് മുട്ട് വളയ്ക്കാതെ ചെയ്യരുതേ. അപ്പൊ അത് നേരെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരുന്നു. ഇങ്ങനെ വെച്ചിട്ട് കുനിയാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കുനിഞ്ഞ മുട്ട് കംപ്ലീറ്റ് നേരെ വെക്കുക. നേരെ വെച്ച് കുറച്ചും കൂടി ഈ ഷോൾഡറിന്റെ ഇതിലേക്ക് കൊണ്ടുപോകും. കുറച്ചും കൂടി നീക്കി വയ്ക്കുക. കുറച്ചും കൂടി വയ്ക്കുക. അത്ര നേരെ വയ്ക്കുക. ഇപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം, മുട്ട് ഇത്രയും വളച്ചു പിടിക്കുക. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽപ്പ് ഉറപ്പിച്ചുകൊണ്ട് കുനിയുക. ഇങ്ങനെ കുനിയുക. വളരെ സാവധാനം നിവർന്നു വരാം. നല്ലപോലെ വിശ്രമിക്കണം. കാരണം കുനിഞ്ഞു നിന്നിട്ടുള്ള എല്ലാ വ്യായാമവും ഹാർട്ടിന് നല്ല ലോഡ് കൊടുക്കുന്നതാണ്. നല്ലപോലെ വിശ്രമിച്ചിട്ട് വീണ്ടും ചെയ്യാൻ നോക്കണേ. വിരലുകൾ ഉയരരുത്. നോക്കുക, പൊസിഷനിലേക്ക് എത്തും. കുനിഞ്ഞ് എവിടെ ടച്ച് ചെയ്യാതൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നോക്കുക, ഇവിടേക്കുള്ള സ്ട്രെച്ചിങ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൃത്യമായി ചെയ്യാം. നമുക്ക് ഈ ലോ ബാക്ക് പെയിൻ ഉള്ളവർക്കും ഇവിടെ കഴക്കലൊക്കെ ഉള്ളവർക്കും കുനിഞ്ഞ് നിവരാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വളരെ നല്ല വ്യായാമമാണ്. ചെയ്തിട്ട് ഇത്രയും മുട്ട് വളയ്ക്കുന്നുണ്ട്. ഇത് വളയ്ക്കാൻ പാടില്ല. ഈ പൊസിഷനിൽ നിന്നിട്ട് പിന്നെ ഇത് വിട്ട് വളയരുത് മുട്ട്. എന്നിട്ട് പോകും. ഇന്നിങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ വളയാൻ പാടില്ല. ഇതിൽ തന്നെ നിന്നുകൊണ്ട് വിരലുകളിൽ നല്ല ബലം കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇത്രയും വളച്ചു വെച്ച് നമ്മൾ കുനിയുമ്പോൾ ഇവിടേക്ക് ഭാരം വന്നു, ശരീരത്തിന്റെ ഭാരം നോക്കി ഇവിടേക്ക് വന്നു. ആ ഭാരമാണ് ശരിക്കും ഈ മസിലിനെ കൊണ്ട് താങ്ങിക്കാണ്. ശരിക്കും അത് ഇപ്പൊ ഫ്രീ ആണ് ഈ പുറകിലെ കാര്യം. അത് വളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും കൂടി വളച്ച് സുഖമായിട്ട് കുനിയാൻ പറ്റും. പുറകിലെ കാലം വളച്ചെന്ന് വരില്ല. പിന്നെ ഇങ്ങനെ കുനിയാൻ അത്ര ഇത് കിട്ടില്ല. ഇവിടേക്ക് കൂടുതൽ ഭാരം തോന്നിക്കില്ല. അപ്പൊ ഇങ്ങനെ കുനിഞ്ഞ് കഴിയുമ്പോൾ നോക്കിയാൽ ഈ മസിൽ ഇവിടെ ടൈറ്റ് ആയി. പിന്നെ നോക്കാം, ഇവിടെ ടച്ച് ചെയ്ത് നോക്കാം. ഇവിടെ പിന്നെ നോക്കി ഈ രണ്ട് സൈഡ് ടച്ച് ചെയ്ത് നോക്കാം. ഇവിടേക്കൊക്കെ സ്ട്രെച്ചിങ് ആണ്. നിങ്ങൾ കറക്റ്റ് ഇങ്ങനെ കുനിഞ്ഞിട്ട് ടച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കാം, ഇവിടെ നല്ല ബലപ്പെട്ടിരിക്കും, ഇവിടെ നല്ല ബലപ്പെട്ടിരിക്കും, ഇവിടെ ഇതേപോലെ തന്നെ വെക്കുക. എന്നിട്ട് ശ്വാസം എടുക്കാം. കൈ ഉയർത്തിയാലും വലിയ പ്രശ്നമില്ല. കൈ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് ലങ്സ് ഒന്ന് വിരിഞ്ഞ് നല്ലപോലെ ശ്വാസം ഉള്ളിലേക്ക് കയറാനാണ്. കൈ ഇങ്ങനെ വിരിച്ചു പിടിക്കുന്നത്. കൈ അപ്പോൾ നിങ്ങളല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ വിരിച്ചു പിടിച്ചോ എങ്ങനെയെങ്കിലും ലങ്സ് നല്ലപോലെ വികസിപ്പിച്ച് ശ്വാസം എടുക്കുക. സാവധാനം താഴേക്ക് പോയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ടച്ച് ചെയ്യലൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ അരയ്ക്ക് മേൽപോട്ടുള്ള ഈ ശരീരഭാരം ഇവിടെ കൊണ്ട് ലോഡ് ചെയ്യിക്കണം. തൊടകൾ ആ ലോഡ് ചെയ്ത് ശീലിക്കുമ്പോൾ ഇവിടെ ബലപ്പെടും. അതാണ് ഈ വ്യായാമത്തിന്റെ ലക്ഷ്യം. നോക്കുക, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ഈ കാൽമുട്ട് അല്പം വളച്ച് പിടിച്ചിട്ട് തന്നെ അങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. 4-5 പ്രാവശ്യം സ്ട്രെച്ച് ചെയ്യാൻ നിവർന്നു വരാം. വിശ്രമിക്കാം. നോക്കുക,
ഇത്ര വളച്ച് പിടിച്ചിട്ട് തന്നെ ഇത് ചെയ്യാം. കാൽപാദം വിരലുകളൊക്കെ ഉറപ്പിച്ച് തന്നെ വയ്ക്കുക. വളരെ നല്ലൊരു സ്ട്രെച്ചിങ് ആണ്. ഇങ്ങനെ പോകാൻ തോന്നും. അങ്ങനെ പോകാൻ തോന്നുമ്പോൾ തന്നെ ഉറപ്പിച്ചവിടെ നിർത്തി മുമ്പിലേക്ക് ഭാരം കൊണ്ടുവരിക. സാവധാനം നിവർന്നു പോകും. ശ്രദ്ധിക്കാം. ലോ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വളരെ നല്ല